ഗോളാകൃതിയാണെന്നുള്ളത് ഒരു ടെലസ്കോപ്പുമില്ലാതെ കണ്ടെത്തിയ ഒരു പൂർവികന്മാരുടെ സംസ്കാരം. ഇങ്ങനെ അത്ഭുതങ്ങൾ പലതുമുണ്ട്. പക്ഷേ ഇതൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം. ഏതായാലും അങ്ങയുടെ മുന്നിൽ ആ സ്വയംഭൂ മനു അദ്ദേഹത്തിൻ്റെ പുത്രിയുമായിട്ട് വരും, അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് ആ ഒരു ദിവസം മനുസ്യന്തനമാസ്തായ ശാതകോംബരിച്ചതം ആരോപ്യ സംദുഹിതരം സഭാര്യപ്പടനന്മഹിം തസ്മിൻ സുതന്നഹവനി ഭഗവാന്യൽ സമാധിശൽ ഉപായാദാശ്രമപദം മുനേ ശാന്തരസ്പദസൽസൽ. ഒരിക്കൽ സ്വയംഭൂ മനു ഭാര്യയോടും മകളോടുമൊത്ത് തൻ്റെ തേരുമെടുത്തുകൊണ്ട് അവിടെ സരസ്വതി നദി തടത്തിലെത്തിച്ചേർന്നു. വളരെ ആദരവോടെ സ്വയംഭൂ മനുവിനെ സ്വീകരിച്ചിരുത്തി കർദമ പ്രജാപതി. എന്നിട്ട് കുശലങ്ങളൊക്കെ പറഞ്ഞു. എന്താ രാജൻ, അങ്ങയുടെ രാജ്യത്തിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്തൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രിയവ്രതോത്ഥാനപദോ സ്വസേയം ദുഹിതാ മമ അന്വിച്ഛതി പതിം യുക്തം വയശ്വീലഗുണാധിപി. പ്രിയവ്രതൻ്റെയും ഉത്ഥാനപദൻ്റെയും സഹോദരിമാരായി എൻ്റെ പുത്രിയായിട്ട് ഈ ദേവഹൂതി ഒരു പതിയെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയിൽ അവൾ യുക്തനായിട്ടുള്ള ഒരാളെ കണ്ടെത്തിയിരിക്കണമെന്ന്. ഇനി ഇവൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതീവ സൗന്ദര്യമുള്ളവളാണ് ഇവള്. ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഒരു ഗന്ധർവൻ ആകാശത്ത് നിന്ന് വീണു അത്രേ. അതെങ്ങനെ വീണെന്ന് പറയാണ്, വിമാനത്തിൽ നിന്ന് വീണു എന്നാണ്. യാം ഹർമ്യപൃഷ്ടേ കൊണതംഗ്രിശോഭം വിക്രീഡതിം കന്തുക വിഹലാക്ഷിം വിശ്വാവസൊന്നപദാൽ സ്വാൽവിമാനൽ വിലോക്യ സമ്മോഹന വിമൂഢചേത. ഈ കുട്ടി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നിട്ട് പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിടയ്ക്കൊരു നോട്ടം അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ഗന്ധർവൻ അതിലെ പോയി അത്ര. വിശ്വാവസു എന്ന് പറഞ്ഞ ഗന്ധർവൻ. അവൻ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടതോ ടക്കൊരൊറ്റ വീഴ്ച. അത്രയും സൗന്ദര്യമുണ്ട്. ആർക്ക്? ഇത് ബ്രോക്കർ പറയല്ലേ. ഇന്ന് കല്യാണ ബ്രോക്കർമാർ അതും അതിലൊക്കെ അപ്പുറമൊക്കെ പറയും അവളുടെ സൗന്ദര്യം എങ്ങനെയാണ്, അവളുടെ സൗന്ദര്യം എങ്ങനെയാണെന്നൊക്കെ. ഇത് സാക്ഷാൽ അച്ഛൻ മകളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇവിടെ ബ്രോക്കർമാരുടെ ഇടപെടുന്നില്ല. ഇതിൽ ഇടപെട്ടത് മുഴുവൻ ഭഗവാനാണ്. ബ്രോക്കറായിട്ട് സ്വയംഭൂമനുവിൻ്റെ അടുത്ത് അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവ് വന്നു. ഭഗവാൻ കർദമ പ്രജാപതിയുടെ അടുത്ത് ബ്രോക്കറായി വന്നത് ഭഗവാൻ തന്നെയാണ്. നോക്കൂ, ഇങ്ങനെ ആളുടെ മകൾ വരും, എനിക്ക് അങ്ങയുടെ പുത്രനായിട്ട് വരണം എന്നൊക്കെ. എൻ്റെ പുത്രിയെ ഞാൻ സ്വീകരിക്കാം, ഒരു കണ്ടീഷനുണ്ട്. ഇന്നൊക്കെയാണെങ്കിൽ ഇത്ര ആഭരണം വേണം, നെറ്റിപ്പട്ടം കെട്ടണം, അത് കെട്ടണം എന്നൊക്കെയല്ലേ പറയാം. എന്നാൽ ഇവിടെ എന്താ കണ്ടീഷൻ? അധോപജിഷ്യേ സമയേന സാധ്യം യാവൽ തേജോ ബിഭ്രിയാലാത്മനോമേ അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യൻ ശുക്ലപ്രോക്താൻ ബഹുമന്യേ വിഹംസ്രാൻ. ഞാൻ അങ്ങയുടെ മകളെ സ്വീകരിക്കാം, ഈ സ്വാധീനം ഞാൻ സ്വീകരിക്കാം. യാവൽ തേജോ വിഭ്രതയാൽ ആത്മനോമേ, ഇവളിൽ എനിക്കൊരു പുത്രനുണ്ടായാൽ, ഒരു ഉണ്ണിയുണ്ടായാൽ, എൻ്റെ തേജസ് ഇവളിൽ പുത്രരൂപത്തിൽ വന്നാൽ ഞാൻ പാരമഹംസ്യ മുഖ്യാൻ ധർമാൻ. ഏത് ധർമ്മത്തെ എടുക്കും? പരമഹംസന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ വീട് വിട്ടുപോകും. അപ്പം ഞാനും നിങ്ങളുടെ മകളും തമ്മിലുള്ള ബന്ധം എത്ര വരെ? ആരെങ്കിലും കൊടുക്കുമോ പെണ്ണിനെ? എന്നാൽ മകളുടെ മുഖത്തേക്ക് നോക്കി അച്ഛൻ, ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി മകൾ പറഞ്ഞു, അച്ഛാ, ഭഗവാന്മാരുടെയൊക്കെ വാക്ക് ശരിയാണെങ്കിൽ എൻ്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും സാക്ഷാൽ ഭഗവാനല്ലേ, പിന്നെ എന്തിനാ അച്ഛൻ സംശയിക്കുന്നത്? എനിക്ക് ആരും ഇല്ലാതെയൊന്നും ആവില്ല, പുത്രനായിട്ട് ഭഗവാൻ ഉണ്ടാവില്ലേ, അതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചേക്കും. സോനുജ്ഞാത്വാ വ്യവസ്ഥിതം മഹിഷ്യാദുഹിസ്ഫുടം തസ്മൈ ഗുണഗണാഢ്യായ ദത്യോ തുല്യം പ്രഹർഷിതാം പ്രത്വാം ദുഹിതരം സംരൽ സദൃക്ഷായ ഗതവ്യതാ ബാഹുഭ്യാം ആൽക്കണ്ഡ്യോൽമതിദാശയാം. അങ്ങനെ മകളുടെയും അമ്മയുടെയും സമ്മതപ്രകാരം ആ അച്ഛൻ മകളുടെ കൈ പിടിച്ചുകൊണ്ട് ആ കർദമ പ്രജാപതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഒരു കല്യാണം നടന്നത്. അച്ഛൻ മകളെ കൊടുത്തിരിക്കുന്ന പ്രത്വാം ദുഹിതരം, അങ്ങനെ മകളെ കൊടുക്കുന്ന ആ ചടങ്ങിനെയാണ് എന്ന് പറയുന്നത് കന്യകാദാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണേ. ഭാരതീയ വിവാഹ സങ്കല്പം എന്ന് പറയുന്നത് അച്ഛൻ മകളെ കല്യാണം കഴിക്കുന്ന വരന് കൊടുക്കുന്നതാണ്. അതിനെ വിളിക്കുന്ന പേര് കന്യാദാനം, കന്യകയെ കൊടുക്കുന്നത്. ഇപ്പം എന്താ ഈ കന്യകയെ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള സംസ്കാരാദികൾ എന്തൊക്കെയാണ്? എൻ്റെ മകളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇനി അവൾ അങ്ങയുടെ സുഖകാര്യങ്ങൾ നോക്കേണ്ടവളാണ്. അതുപോലെ തന്നെ അവളുടെ ജോലി അങ്ങയുടെ സുഖകാര്യങ്ങൾ നോക്കലും അങ്ങയിൽ നിന്ന് ഉത്കൃഷ്ട സന്താനത്തെ ഈ കുട്ടി ധരിക്കണം. അപ്പം ഭർത്താവിനെ നിഴലുപോലെ പിന്തുടരുകയും അതേപോലെ തന്നെ ഭർത്താവിൽ നിന്ന് ഉത്കൃഷ്ട സന്താനങ്ങളെ സ്വീകരിക്കേണ്ടവളുമാണ് എൻ്റെ പുത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുത്രിയെ
വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഭാരതീയ സംസ്കാരം. അപ്പം അതുകൊണ്ട് പുത്രി കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആ പുത്രിയുടെ ജീവിതത്തിൽ പിന്നെ അച്ഛനമ്മമാർ അധികമൊന്നും ഇടപഴകില്ല. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇടപഴകില്ല. പിന്നെ അവരുടെ ജീവിതം സ്വാതന്ത്ര്യം കൊടുത്തേക്കണം. എനിക്ക് തോന്നുന്നു പിന്നീടുള്ള കാലഘട്ടം വന്നപ്പോണ്ടല്ലോ നാം അനാവശ്യമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപഴകുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും വീടുകളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്നത്. ഭാരതീയ സംസ്കാരം പറയുന്നത് വിവാഹം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ നമ്മൾ അധികം ഇടപെടാൻ പാടില്ല. അവരെ സ്വതന്ത്രരാക്കി വിട്ടേക്കണം. അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ ഒരു വിഷമങ്ങളുണ്ടാവും. ഇതാണ് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം, ഇനിയും നമുക്ക് കുറേ സന്ദർഭങ്ങൾ വരും. അതുകൊണ്ട് ഇപ്രകാരം കൊടുത്തുകൊണ്ട് അശക്തവൻ തൽ വിരഹം, തീർച്ചയാണ് ആ കുട്ടിയുടെ വിരഹം അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. മുഞ്ചൻ ബാഷ്പകലാം മുഹു ആസഞ്ചതംബ വത്സേതി നേത്രോദൈ ദുഹിതശിഖാം, കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വന്നു. ആ പുത്രിയെ ആലിംഗനം ചെയ്തുകൊണ്ട് അച്ഛനും അമ്മയും ശിരസിൽ തലോടിക്കൊണ്ട് അമ്പേ വത്സാം, കുട്ടി ഇനി കുട്ടി സുഖമായിട്ടിരിക്കൂ എന്നെല്ലാം ആശീർവദിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് കർദമ പ്രജാപതി തൻ്റെ പത്നിയോടൊത്തുള്ള ജീവിതം 23-ാമത്തെ അധ്യായത്തിൽ വിസ്തരിക്കണം. എങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി ഭർത്താവിനെ ശുശ്രൂഷിച്ചത് എന്നാണ്. പിതൃഭ്യാം പ്രസ്ഥിതേ സ്വാദീപതിം ഇംഗിതഗോവിതാം നിത്യം പരിപ്രീത്യ ഭവാനീവ ഭവം പ്രഭും വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ധമേന ചാം ശുശ്രൂഷയാ സൗഹൃദേന വാചാമധുരയാ ച ഭോ വിസൃജ്യകാമം ദമ്പം ചാദേശം ലോഭമകം മധം അപ്രമത്യോദ്യതാ നിത്യം തേജീയാൻ സമദോഷയൽ. വളരെ മനോഹരമായൊരു ജീവിതം ഇവിടെ വർണ്ണിക്കുകയാണ്. ഇതൊക്കെ എന്നത് പെൺകുട്ടികളും പഠിക്കേണ്ടതാണ്, ആൺകുട്ടികളും പഠിക്കേണ്ടതാണ്. ഏതുപോലെയാണ് ആ പെൺകുട്ടി ഭർത്താവിനെ ശുശ്രൂഷിച്ചത്? പ്രീത്യ ഭവാനീവ ഭവം പ്രഭും, പ്രീതിയോടുകൂടിയിട്ട് മുഖത്ത് നല്ലവണ്ണം എന്ത് വെച്ചു? പ്രസന്നത വെച്ചു, സന്തോഷം വെച്ചു. അതാണല്ലോ പലപ്പോഴും ഒന്നും കാണാത്തത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം വാടി, കുറെ കഴിഞ്ഞാൽ കൃത്യമായി പോവും ജീവിതം, അഭിനയമായി പോവും, ആ ഹൃദയം നഷ്ടപ്പെടും. അപ്പം അതിനെന്ത് വേണം? പ്രീത്യ. എന്ത് വേണം? എപ്പോഴും പ്രീതിയിൽ ജീവിതം കൊണ്ടു നടക്കണം. ഇനിയും കാണാം നമുക്ക്. വിശ്രംഭേണ ആത്മശോചേന, ഭർത്താവിനോട് വളരെ ആദരവോടെ പെരുമാറിയതാണ്. ഭാര്യയും ഭർത്താവും ഈ ഏജ് ഡിഫറൻസ് എന്തിനാണ് അത്ര വെക്കുന്നത്? കുറച്ചൊരു ആദരവുണ്ടാവാനാണ്. ഇന്ന് നമുക്ക് ആദരവുണ്ടോ ഇല്ലയോ? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത് മുത്തശ്ശി ഒരിക്കലും മുത്തശ്ശൻ്റെ പേര് പോലും വിളിക്കില്ല. നോക്കൂ, അപ്പൊ മുത്തശ്ശിനെ വിളിച്ചിരിക്കുന്നത് അല്ല, എങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ, നോക്കൂ നോക്കിയേ വിളിക്കുള്ളൂ. അപ്പം മനസ്സിലാവണം, ദേ ഇങ്ങനെയൊക്കെയാണ്. മുത്തശ്ശൻ്റെ പേര് ദേ എന്നാണ്. അപ്പം നോക്കണം, മനസ്സിലാവും എന്നെയാ ഉദ്ദേശിച്ചതെന്ന്. ആ പേരൊന്നും വിളിക്കാൻ, മുഖത്ത് നോക്കാൻ തന്നെ, മുഖത്ത് നോക്കിയാൽ മൂത്രമൊഴിക്കുക അവർ. അത്രയാണ് അവരുടെയൊക്കെ പ്രഭാവങ്ങളെ. അത് കഴിഞ്ഞ് എറണാകുളം വരെ ഏട്ടനും, എറണാകുളം കഴിഞ്ഞാൽ ചേട്ടനുമായി. ഇപ്പൊക്കെ ചേട്ടനാണ്. കേശവേട്ട ഇവിടെ വരൂ, കേശവൻ ചേട്ട ഇവിടെ വരൂ, ചേട്ടന്മാർ വന്നു. അതും കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, രമേശ് ഇവിടെ വരും. എവിടെ എത്തി കാലം? ചിരിക്കുന്നു വേണ്ട, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് പറയണത്. ഇനി എന്നാവോ, എടാ രമേശ് ഇവിടെ വാ, അത് അധികമൊന്നും വൈകണ്ട, എത്തി, ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. അതൊക്കെ എടാ പോടാന്നൊക്കെ വിളിക്കുന്ന ഒരു കാലം വരും. എന്താ നോക്കുക എവിടെ എത്തി സംസ്കാരം എന്നുള്ളത്, ആദരവ് എന്നുള്ളത് ക്രമേണ കുറഞ്ഞു. എന്നാൽ ഇനിയിപ്പോൾ ഏട്ടാ ചേട്ടാന്നൊന്നും വിളിക്കണം എന്നല്ലേ പറയുന്നത്. പക്ഷേ ഭാഷയിൽ കുറച്ചൊരു ആദരവുണ്ടെങ്കിൽ കുട്ടികൾക്ക് അച്ഛനമ്മമാരോടൊരു റെസ്പെക്റ്റ് വരും. ഇന്ന് കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് റെസ്പെക്റ്റ് വരാത്തതിന് കാരണം അവരുടെ ഇടയിൽ തന്നെ, അച്ഛനമ്മമാരുടെ ഇടയിൽ തന്നെ റെസ്പെക്റ്റ് കാണുന്നില്ല. അപ്പം പിന്നെ അവർക്ക് എങ്ങനെ അച്ഛനമ്മമാരോട് റെസ്പെക്റ്റ് ഉണ്ടാവുക? ഇതൊന്നും പറഞ്ഞുണ്ടാക്കേണ്ടതല്ല, ഇതൊക്കെ ആചരിച്ചുണ്ടാക്കേണ്ടതാണ് അല്ലേ? അതാണല്ലോ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദേവേദരോചനാം സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ലോകം അനുവർത്തിക്കണമെങ്കിൽ യദ്യദാചരതി, നമ്മൾ ആചരിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പം അമ്മ അച്ഛനെ അഭിസംബോധന ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്?
കുട്ടി കാണുന്നുണ്ട്. അച്ഛൻ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? അച്ഛൻ അമ്മയെ എടി എടി എന്നാണ് വിളിക്കുന്നതെങ്കിൽ കുട്ടിക്ക് അമ്മയോട് ആദരവുണ്ടാവില്ല. അവനും തോന്നും ഇത് ഏതൊരു എടിയാണെന്ന്. അല്ലേ? ശരിയല്ലേ? ചിന്തിക്കും നിങ്ങൾ. അതൊക്കെ ഓരോ നമ്മുടെ സംസ്കാരങ്ങൾ നമ്മൾ ഒഴിച്ചു വരുത്തുമ്പോഴാണ് സമൂഹത്തിൽ നമ്മൾ വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ പറയുന്നു വിശ്രംഭേണ. വിശ്രംഭേണ എന്ന് പറഞ്ഞാൽ വളരെ ആദരവോടെ, ആത്മശൗചേന, വളരെ ശുചിത്വത്തോടു കൂടിയിട്ട്. ഒരു ഭാര്യ എന്ന് പറയുമ്പോണ്ടല്ലോ 4 കാര്യങ്ങളാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീയിൽ നിന്ന് 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കാര്യേഷു മന്ത്രി, കുശലേഷു ദാസ്യ, ഗൃഹേഷു ലക്ഷ്മി, ശയ്യേഷു വേശ്യ. ഇങ്ങനെ 4 കാര്യങ്ങൾ ഒരു സ്ത്രീയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താർത്ഥം? കാര്യേഷു മന്ത്രി എന്ന് പറഞ്ഞാൽ വീട് കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ ഒരു അടുക്കവും ചിട്ടയും ആർക്കുണ്ടാവണം? ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവണം. അതായത് നല്ല വെൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഉഷാറായിട്ട് ഭാര്യ ഇരിക്കണം. രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് ഭർത്താവ് കാണുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം തോന്നണമെന്നാണ്. അങ്ങനെ ഒരു മുഖം കണ്ടുകൊണ്ട് വേണം ഭർത്താവ് ഉണർന്നു വരാൻ എന്നുള്ളതാണ്. രാവിലെ അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഉണ്ടല്ലോ. തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ നോക്കുക, ദിവസം മുഴുവൻ നമുക്ക് പ്രസന്നതയായിരിക്കും. അതല്ല, രാവിലെ തന്നെ നമ്മൾ ഒരു ഡള്ളായിട്ട് തുടങ്ങിയാൽ അന്നത്തെ ദിവസം മുഴുവൻ ഡള്ളാണ്. ഇപ്പം ഈ പെൺകുട്ടി ആത്മശൗചേന ഗൗരവേണ. ഗൗരവം എന്ന് പറഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവിനോട് വേണ്ടതാണെങ്കിൽ പറയും, വേണ്ടാത്തതാണെങ്കിൽ പറയില്ല. നമ്മുടെ ടോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ നമ്മൾ ഈ സമൂഹത്തിൽ നിങ്ങൾ പത്രമൊക്കെ എടുത്ത് നോക്കൂ. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അരിസ്റ്റോട്ടലിനെ കുറിച്ചൊരു ഇതുമായിട്ട് റിപ്പോർട്ടുമായിട്ട് വേറൊരു ശിഷ്യൻ പ്ലേറ്റോയുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു അരിസ്റ്റോട്ടലിൻ്റെ സ്വഭാവങ്ങളൊന്നും ശരിയില്ല. എന്തോ അങ്ങോട്ട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്ലേറ്റോ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് നീ പറഞ്ഞാൽ മതിയെന്ന്. അതിലൊന്നാമത്തെ കാര്യം, നീ പറയുന്ന കാര്യം പരിപൂർണമായി സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന്. 100% അതാണ് സത്യം നിനക്ക് ഉറപ്പുണ്ടോ ചോദിച്ചു. പറഞ്ഞു 100% സത്യമാണെന്നുള്ള എനിക്ക് ഉറപ്പില്ല. ഓക്കെ, പറയാൻ പോകുന്ന കാര്യം സത്യമാണെന്നുള്ള ഉറപ്പില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? കേട്ടതുകൊണ്ട് പറഞ്ഞു അങ്ങേക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപൂർണ പ്രയോജനമൊന്നും അങ്ങേക്കില്ല. അങ്ങേക്ക് വിഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരി, ഇനി പറഞ്ഞതുകൊണ്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? അപ്പോഴും എനിക്കും വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം പറയുന്ന കാര്യം സത്യമാണെന്ന് ഉറപ്പില്ല, കേൾക്കുന്ന ആൾക്കും പ്രയോജനമില്ല, പറയുന്ന ആൾക്കും പ്രയോജനമില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്നും മാറ്റിവെക്കണം. നമ്മൾ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലല്ലോ അടുത്ത വീട്ടിലെ ആളുകളുടെ പ്രശ്നം, ഈ വീട്ടിലെ ആളുകളുടെ പ്രശ്നം, അനാവശ്യമായിട്ട് സമയം കളയുക. ഇന്നിപ്പോൾ ഏതായാലും അതൊന്നും സമയം കളയാൻ സമയമില്ല, ആർക്കും കേൾക്കാൻ സമയമില്ല. പണ്ട് കാലത്ത് ഇതൊക്കെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു, അന്നായിരുന്നു ഇത് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആത്മശൗചേന ഗൗരവേന ധമേന ശുശ്രൂഷയ, ഭർത്താവിനെ നല്ലവണ്ണം എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഭർത്താവ് പെൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുക 3 കാര്യങ്ങളാണ്. 1 സ്വഭാവം, 2 ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ നന്നായി വൃത്തിയോട് കൂടിയിട്ട് ഭക്ഷണം വയ്ക്കുക. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക, ഒരു എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാര്യയായി തീരുക. ഇതൊക്കെ സാധിച്ചു കഴിഞ്ഞാലല്ലോ ആ ഭർത്താവ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് സമൂഹത്തിൽ നമ്മൾ വിദ്യാഭ്യാസം കൂടും തോറും കാണുന്നത് പലപ്പോഴും പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കില്ല, ആഹാരാദികൾ വയ്ക്കാനുള്ള കഴിവില്ല, ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടവളാണ്, എൻ്റർടൈൻ ചെയ്യേണ്ടവളാണ് ഞാനെന്ന ബോധമില്ല. അതൊക്കെ വരുമ്പോണ്ടല്ലോ ഇതൊരു വിവാഹബന്ധമായി മാറില്ല. ഇത് ശരീരങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാവും, അവിടെ എന്തുണ്ടാവില്ല? മനസ്സ് തമ്മിലെടുക്കില്ല. അതുകൊണ്ട് കിടപ്പറയിൽ അവർ ഒരുമിച്ച് ശരീരം കൊണ്ട് കടന്നാലും മനസ്സുകൊണ്ട് രണ്ടുപേരും ധ്രുവങ്ങളിലായിത്തീരും. ഇതൊക്കെ അച്ഛനമ്മമാർ വളർത്തിയെടുക്കേണ്ടതാണ്. കുട്ടികളെ, പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പം തന്നെ അവർ മറ്റൊരാളോട് പെരുമാറുന്നതിൽ വേണ്ടത്ര ഒരു പ്രസന്നത കാണിക്കുന്നുണ്ടോ, അവർ ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമോ, അവരുണ്ടാക്കിയത് മറ്റുള്ളവർക്ക് കഴിക്കാൻ തോന്നുമോ? അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതൊക്കെ ഓരോ അനുഭവങ്ങളാണ്, വെറുതെ നിങ്ങളോട് പറയല്ല. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കുന്നത് വേണ്ട രീതിയിലല്ലെങ്കിൽ അവരുടെ ജീവിതം, നിങ്ങൾ വിചാരിക്കരുത് കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളത്. നാളെ ഇത് ദുരന്തത്തിലേക്ക് കലാശിക്കും. അവർ തമ്മിൽ തെറ്റി അയാൾ വേറൊരുത്തൻ്റെ കൂടെ പോകും, അവസാനം അമേരിക്കയുടെ ജീവിതം പോലെയാവും. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ശുശ്രൂഷയ സൗഹൃദേന
വാചാ മധുരയാ. വാക്കുകൾ എങ്ങനെയിരിക്കണം? മധുരയാ എന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ടിട്ട് വർത്തമാനം പറയണമെന്നാണോ? അല്ല, അങ്ങനെയല്ല. എന്ത് പറയുമ്പോഴും ഒരു സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ, ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വരാതിരിക്കുക. ഈവൻ ദേഷ്യപ്പെടുന്നത് പോലെ സന്തോഷത്തോടു കൂടിയിട്ട് ഒരു രസകരമായൊരു ജീവിതം, ഒരു ലൈഫ് ഉണ്ടായിരിക്കണം. എവിടെ സന്തോഷമുണ്ടോ അവിടെ ലൈഫുണ്ട്. എവിടെ എപ്പോഴും മുരടിപ്പും എപ്പോഴും ഈ വിഷമം പറയലും ദുഃഖം പറയലും അതൊക്കെയാണോ, ആ ജീവിതം ഉണ്ടല്ലോ മുരടിച്ചതിന് തുല്യമാണ്. ഒരു ചിരിച്ച് കളിച്ച് കൊണ്ട് ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കണം. അതാണ് എന്നെ സംബന്ധിച്ച് ജീവിതം. കാരണം കുറച്ചു കാലേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ആ കാലത്തെങ്കിലും നമ്മൾ ചിരിച്ച് കളിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമ്മൾ ചിരിക്കാൻ പോകുന്നത്? ആളുകൾ ഇന്ന് ചിരിക്കാൻ വേണ്ടി ഒരു ക്ലബ്ബിൽ പോവുകയാണ് റിട്ടയർമെൻറ്റിന് ശേഷം. ജീവിതം എന്ന് പറയുന്നത് ഒരു കൃത്രിമത്വമല്ല, ഒരു ലൈഫ് കൊടുക്കണം നമ്മൾ. അപ്പം അതിന് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ തമാശയായിട്ട്, കാര്യങ്ങളൊക്കെ ലൈറ്റായി അങ്ങനെ കണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ അങ്ങോട്ട് കുറയ്ക്കണം. എത്ര നിങ്ങൾ സീരിയസ് ആവുന്നോ അത്ര നിങ്ങളുടെ മനസ്സൊരു ബോംബാണ്. എത്ര നിങ്ങൾ തമാശയായിട്ട് എടുക്കുന്നോ അത്ര നിങ്ങളുടെ മനസ്സ് ലൈറ്റാണ്, ഭാരമില്ലാത്തതാണ്. നിങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും സാധിക്കും. തമാശയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നത്. നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് എന്ത് പറയുന്നു? മധുരയാ. ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം? ഒരു മാധുര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി. ലൈഫിന് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടാവണം. ഈ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തലയിലേറ്റിക്കൊണ്ട് രാവിലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇഡ്ഡലിയോ സാമ്പാറോ പുട്ടോ? എന്തെങ്കിലും നീ ഒന്ന് ഉണ്ടാക്കടിയെന്ന്. അല്ല, നിങ്ങളുടെ അഭിപ്രായം അങ്ങോട്ട് അറിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ അയാളുടെ പകുതി അഭിപ്രായം പോയി. ഒരു രസം വേണ്ട അതിന്. ഒരു മാറ്റം വരുത്തും നിങ്ങളതൊക്കെ. ഞാൻ നിങ്ങളെ ഇതാക്കല്ല, സത്യമാണ് ഈ പറയുന്നതൊക്കെ. നമ്മൾ ഓരോ വീടുകളിലൊക്കെ താമസിക്കുമ്പോണ്ടല്ലോ, അത് ചിലരൊക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന അവരെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ചിലരിത് വളരെ സീരിയസ് ആയിട്ടൊക്കെയാണ് ജീവിതം കൊണ്ടു നടക്കുമ്പോൾ, എന്താ ഈ കഴിക്കണ സാധനം ദിവസം കഴിക്കണത്? ഇന്ന് ഇഡ്ഡലി നാളെ ഉപ്പുമാവ്, എന്തായാലും ഇതൊക്കെ അരിയോ ഗോതമ്പോ ആണ് സാധനം, വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ശരി, സന്തോഷമായിട്ട് കഴിക്കണോ സ്വീകരിക്കണോ, ആടിപ്പാടി പോകുന്നു. പിന്നീട് പറയുന്നു വിസർജ്യകാമം, അതായത് തൻ്റെ കാമങ്ങളൊക്കെ വിസർജ്യ. ഭർത്താവിൽ നിന്ന് ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചില്ല. ആര്? ദേവഹൂതി. നോക്കണേ, ഇന്നത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക്. പ്രതീക്ഷകളില്ലാതെ അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കല്യാണം കഴിച്ചാൽ തന്നെ പറയാം നമുക്ക് ഷോപ്പിങ്ങിന് പോവുക ചേട്ടാ എന്നാണ്. അപ്പോഴേ തുടങ്ങി ഷോപ്പിംഗ്. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പിംഗ് തുടങ്ങുന്ന കാലത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ തന്നെ ആദ്യം ഹണിമൂണിനാണ് പോകുന്നത്. എന്തിനാ ഹണിമൂൺ? ഷോപ്പിങ്ങിന് പോവുകയാണ്. ഒക്കെ വേണം, ശരിയാണ്, വേണം, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ പ്രതീക്ഷകൾ കൂടുന്തോറും പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ രസം ഇല്ലാതെ ക്രമേണ ഇല്ലാതെ മാറും. അപ്പോൾ വിസർജ്യകാമം, എന്ത് കിട്ടിയാലും സന്തോഷം. ദേഷം ലോഭമഖം എല്ലാം ആ കുട്ടി വിസർജ്യ വിട്ടു. ഭർത്താവിനെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചു. എന്നിട്ടോ അപ്രമത്ത യഥാ നിത്യം തേജീയാം സമദോഷയൽ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭാര്യയെ പരിചരിച്ചു പറയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുണ്ടല്ലോ ഓരോ വീടുകളിലൊക്കെ നോക്കൂ നിങ്ങൾ, ധാരാളം ലക്ഷക്കണക്കിന് പണവും ചെലവഴിച്ച് അങ്ങനെ കുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് കുറേ പണം മാത്രം, കുറേ ആഭരണങ്ങളും കൊടുത്ത് വിടുന്നതല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് അവരെ കഴിവുള്ളവരാക്കി, ബോധമുള്ളവരാക്കി, അവരെ വിവേകികളാക്കി മാറ്റിക്കൊണ്ട് വേണം പറഞ്ഞയക്കാൻ. എങ്ങനെ പെരുമാറണം, എന്തൊക്കെയാണ് എൻ്റെ കടമകൾ, ഏതൊക്കെ രീതിയിൽ ഞാൻ താഴണം, എവിടെയൊക്കെ ഞാൻ ഉയരണം, ഈ ബോധങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് വിവാഹ ജീവിതം നയിക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ കൂടെ ഇണചേർന്ന് ഇടപഴകി പോവാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ സ്വഭാവങ്ങളൊന്നും അറിയില്ല. ക്രമേണ അടുക്കും തോറും സ്വഭാവങ്ങളൊക്കെ അറിയാൻ തുടങ്ങും. സ്വഭാവങ്ങൾ അറിയും തോറും പണ്ട് കാലത്തുള്ള ആളുകളെപ്പോലെ ഇന്നുള്ള കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അറിവും കഴിവൊക്കെ അവർക്ക് തോന്നും, ഞാൻ എന്തിനാ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എന്തിനാ താഴുന്നത്, ഞാൻ മാത്രമല്ലല്ലോ ഇവർക്കുണ്ടല്ലോ ഉത്തരവാദിത്വം. ഇന്നത്തെ കാലത്താണെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം കൂടുതലാണ്, പുരുഷനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് കടമകളേക്കാൾ ഉപരി പ്രതീക്ഷകൾ കൂടും. കടമകളേക്കാൾ ഉപരി പ്രതീക്ഷകൾ കൂടുന്ന സമയത്ത് മനസ്സടുക്കുന്നതിന് പകരം മനസ്സ് അകലും. കുടുംബജീവിതം തകരാറിലാവും. ഇന്ന് അതുകൊണ്ടായിരിക്കാം ഒരുവിധം അച്ഛനമ്മമാരെ എത്രയോ ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത്, എത്രയോ ലക്ഷക്കണക്കിന് ആഭരണങ്ങളൊക്കെ വിട്ടുകൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേഗം ശിഥിലമാകുന്നു കുടുംബ ബന്ധങ്ങൾ.
കാണുന്നില്ലേ? അപ്പോൾ ഇവിടെയൊക്കെയാണ് ഭാഗവതാദികൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ കൊടുത്തോളൂ, കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. കാരണം എന്നപ്പോൾ അങ്ങനെ ആയിരിക്കണം. ഇനിയിപ്പോൾ എന്നാവോ നെറ്റിപ്പട്ടം കിട്ടിയിട്ട് പെൺകുട്ടി വരിക എന്നുള്ളതാണ്. ഏറെക്കുറെ അവസ്ഥയിൽ എത്തിച്ചു കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതെ കല്യാണം നടക്കില്ല എന്നുള്ള അവസ്ഥ വന്നു. കാരണം ജ്വല്ലറിക്കാരും ജ്യോത്സ്യന്മാരും ആ കോലത്തിൽ എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതൊക്കെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞൊക്കെ മാറും, പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഏതിന് പ്രാധാന്യം കൊടുക്കണം? പെരുമാറ്റം, കഴിവ്, തൻ്റെ ഡ്യൂട്ടി, കടമ. പെരുമാറ്റം എന്നത് മറ്റൊരാളോട് എങ്ങനെ പെരുമാറണം. തൻ്റെ കഴിവെന്ന് പറയുന്നത് ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് മറ്റു സാധനങ്ങളോ ഭക്ഷണാദികളോ എന്തും വീട് കൊണ്ട് നടക്കുന്നതിലൊക്കെ ഞാൻ എൻ്റെ കഴിവ് കാണിക്കണം. അതുപോലെ എൻ്റെ കടമ, ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ കടമകളാണ് എന്നിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ടത്, ഈ ബോധമൊക്കെ ആർക്കുണ്ടാവണം? ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവണം. ഇതൊക്കെ ആർക്കുണ്ടായിരുന്നു? ദേവഹൂതിക്ക്. നോക്കൂ, ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം നോക്കൂ. അതുകൊണ്ടോ കാലം കൊണ്ട് ആ പെൺകുട്ടി ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ്. ഇതാണ് ഈ ഭർത്താവിനെ സേവിക്കുന്ന ഈ വ്രതത്തിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ എന്ത് വിളിച്ചെന്നറിയോ? പാതിവൃത്യധർമ്മം എന്ന്. എന്താണ്? ഭർത്താവിൻ്റെ സുഖം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു സംസ്കാരം. ഇവിടെ ഭർത്താവ് എന്ന് പറയുമ്പോഴല്ലോ സാധാരണ ഭർത്താവല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഭഗവത് വിചാരത്തിലാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവർ ഈ കാമജീവിതമൊന്നും നയിച്ചിട്ടില്ല, ലൈംഗികമായിട്ടുള്ള സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഭർത്താവ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ പത്നിയെ കാണുമ്പോൾ പാവം എല്ലും തോലുമായിരിക്കണു എന്ന് മാത്രമല്ല, ഒരു കീറിപ്പൊളിഞ്ഞ സാരി ഉടുത്തിട്ടുണ്ട്. അവളുടെ സുഖങ്ങളൊന്നും അവൾ നോക്കുന്നില്ല. വളരെ വിഷമം തോന്നി. ആ ദേവിയെ കൈകൂപ്പിക്കൊണ്ട് തൊഴുതുകൊണ്ട് പറയാണ്, ഭാര്യയെ കൈകൂപ്പുകയാണ് ഭർത്താവ്. തുഷ്ടോഹമദ്യതവമാന വിമാനധായാം ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്ത്യാ യോ ദേഹിനാമയദീവ സുഖൽ സ്വദേഹോ നാവേക്ഷിത സമുചിത ക്ഷപിതും മദത്തേ. എനിക്ക് വേണ്ടി ദേവി ഈ ശരീരത്തെ ക്ഷയിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയാ, എന്നെ എത്ര ദേവി ശുശ്രൂഷ ചെയ്തു, എന്നെ സേവനം ചെയ്തു. എന്നിട്ട് ദേവിയുടെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദേവി ഉണ്ടല്ലോ, ദേഹത്തെ പോലും മറന്നുകൊണ്ട് എന്നോട് ആദരവ് കാണിച്ചു. അതുകൊണ്ട് ദേവി, ഞാൻ ചെയ്തിരിക്കുന്ന തപസ്സിൻ്റെ ശക്തി അത് ഞാൻ ദേവിക്ക് കൂടി തരികയാണ്. ദേവിക്ക് എന്താ മോഹം എന്ന് വെച്ചാൽ ദേവി ചോദിച്ചോളൂ. ഏമേ സ്വധർമ്മനിരസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാ ഭഗവത് പ്രസാദ താനേവതേ മദനുസേവനയാ വരുദ്ധൻ ദൃഷ്ടിം പ്രവിശ്യ വിതരാമി അയഭയാന അശോകൻ. ദേവിക്ക് ഞാൻ എൻ്റെ ഈ തപസ്സിൻ്റെയൊക്കെ ശക്തി തന്ന് ദേവിയുടെ എല്ലാ ശോകങ്ങളെയും ദുഃഖങ്ങളെയും ഞാൻ മാറ്റിത്തരാം. ചോദിക്കൂ, എന്താ ദേവിക്ക് മോഹം? ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദേവി പറയാണ്, ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിൽ നിന്ന് എന്താ പ്രതീക്ഷ ഉണ്ടാവുക? സൽസന്താനങ്ങൾ ഉണ്ടാവണം എന്നല്ലേ? അതുകൊണ്ട് എനിക്ക് സൽസന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതും കർദമൻ വിചാരിച്ചു, ഇനി തപസ്സൊക്കെ നിർത്തിവെക്കാം, നമുക്ക് ആദ്യം ഒന്ന് ഹണിമൂൺ ആഘോഷിക്കാം. അങ്ങനെ ആദ്യമായി ഹണിമൂണിന് പോയ ഒരു ആളായിരുന്നു. ഭാഗവതത്തിലാണ് ഹണിമൂണൊക്കെ തുടങ്ങുന്നത്. അതെങ്ങനെയാണ് പോകുന്നത്? അതേ സങ്കല്പം കൊണ്ടൊരു വിമാനം ഉണ്ടാക്കിയെന്നാണ്. അതും എങ്ങനെയുള്ള ഉപരി വ്യന്യസ്ത നിലയേഷു.